കൊല്ലം ചടയമംഗലത്ത് ജ്വല്ലറിയിൽ കവർച്ചാശ്രമം. മുഖത്ത് പെപ്പർ സ്പ്രേ പ്രയോഗിച്ച ശേഷമാണ് സ്വർണ്ണാഭരണങ്ങൾ കവരാൻ ശ്രമിച്ചത്. ദമ്പതികളെന്ന് തോന്നിക്കുന്നവരാണ് കവർച്ചയ്ക്ക് ശ്രമിച്ചത്. കടയുടമ ഇരുവരെയും കീഴ്പ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും രക്ഷപ്പെട്ടു. ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് കിട്ടി. നടന്നല്ല വിഷയം നടത്തി എനിക്കൊന്നും ഏത് വിചാരിച്ചാൽ സാധനം ഇരിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. നടന്നല്ല വിഷയം നടത്തി എനിക്കൊന്നും ഏത് വിചാരിച്ചാൽ കൂടുതൽ വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ഷമീർ അബ്ദുൾ ചേരുന്നു. ഷമീർ, പട്ടാപ്പകലാണ് ജ്വല്ലറിയിൽ കവർച്ചാശ്രമം ഉണ്ടായിരിക്കുന്നത്. പ്രതികൾ ആരെന്നത് സംബന്ധിച്ച് പോലീസിന് എന്തെങ്കിലും സൂചനകളുണ്ടോ? ലക്ഷ്മി പത്മ, ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം ചടയമംഗലം പോരേടം ശ്രീലക്ഷ്മി ജ്വല്ലറിയിൽ നടക്കുന്നത്. ഇവർ 2 ദിവസം മുമ്പും ഈ സ്ത്രീ ഈ ജ്വല്ലറിയിലെത്തി ഇവിടെ നിരീക്ഷണം നടത്തിയ ശേഷമാണ് ഇത്തരത്തിലൊരു കവർച്ച ശ്രമം നടത്തിയത്. ഇവർ ഇന്ന് ഉച്ചയോടുകൂടി ജ്വല്ലറിയിൽ എത്തുകയും ഇവർക്ക് സ്വർണ്ണാഭരണങ്ങൾ ആവശ്യമാണെന്ന് പറയുകയും പിന്നീട് പണം എത്തിക്കാനായി ഒരു യുവാവിനെ ഇവർ ഫോണിൽ വിളിച്ച് ഈ ജ്വല്ലറിയിലേക്ക് വരുത്തുകയും ചെയ്തു. ഇതിനുശേഷം പൊടുന്നനെ ഇയാൾ പെപ്പർ സ്പ്രേ ഈ ജ്വല്ലറി ഉടമയുടെ മുഖത്തേക്ക് അടിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. സ്വർണ്ണാഭരണങ്ങൾ എടുക്കാൻ ശ്രമിച്ചത് ഇവർ തടയുകയും ചെയ്തു. പിന്നീട് ഇയാൾ പുറത്തേക്ക് ഇറങ്ങിയതും പെട്ടെന്ന് ഈ സ്ത്രീ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീ ഒരു ഇരുചക്ര വാഹനമായി വരുന്നു. അതിനുശേഷം ഈ ഇരുചക്ര വാഹനത്തിൽ കയറി ഇവർ കടന്നു കളയുകയും ചെയ്തു. എന്തായാലും പ്രാഥമികമായി പോലീസ് ഇപ്പോൾ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. ഈ വാഹനത്തിന്റെ നമ്പറും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുകയാണ്. പ്രാദേശികമായിട്ടുള്ളവരായിരിക്കാം ഇത്തരത്തിലൊരു കവർച്ചയ്ക്ക് ശ്രമിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. എന്തായാലും ഈ വാഹനത്തിന്റെ നമ്പർ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ ചടയമംഗലം പോലീസ് നടത്തുന്നത്. ലക്ഷ്മി, കൊല്ലം ചടയമംഗലത്താണ് ജ്വല്ലറിയിൽ പട്ടാപ്പകൽ കവർച്ചാശ്രമം ഉണ്ടായത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഷമീർ അബ്ദുൾ.